യൂത്ത് കോൺഗ്രസിലെ പ്രായപരിധിയിൽ മാറ്റമില്ല. 40 വയസ്സാക്കണമെന്ന സംസ്ഥാന ക്യാമ്പിലെ ആവശ്യം തള്ളി. പ്രായപരിധി 35 തുടരും. അശ്വിൻ പാലാഴി, ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ നടന്ന സംഘടനാ പ്രമേയ ചർച്ചയ്ക്കിടെയാണ് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാനുള്ള പ്രായപരിധി അത് 40 ഉയർത്തണം എന്ന ആവശ്യം പാലക്കാട് എന്നുള്ള പ്രതിനിധി ഉന്നയിച്ചത്. നിലവിൽ 35 വയസ്സാണ് ഈ പ്രായപരിധി ഉള്ളത്. എന്തായാലും ആ പ്രായപരിധി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച 40 ഉയർത്തണമെന്ന ആവശ്യം അംഗീകരിച്ചു. ആ പ്രമേയം പാസാക്കി എന്നുള്ള തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത്. എന്തായാലും 40 വയസ്സിലേക്ക് പ്രായപരിധി ഉയർത്തിയിട്ടില്ല എന്നും 35 വയസ്സ് വരെയാണ് പ്രായപരിധി ഉള്ളത് എന്നുകൂടി അത് കൂടുതൽ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇനിയുള്ള കാലങ്ങളിലും 35 വയസ്സ് എന്നുള്ള പ്രായപരിധി തുടരും എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് പുറത്തേക്ക് ഈ 40 വയസ്സ് എന്നുള്ള പ്രായപരിധിയിലേക്ക് ഉയർത്താനുള്ള ചില കാരണങ്ങൾ കൂടി ഇന്നലെ പാലക്കാട് എന്നുള്ള പ്രതിനിധി ഉന്നയിച്ചിരുന്നു. ഈ മറ്റ് ജനപ്രതിനിധികളായി തുടരുന്ന ആളുകൾ ഭാരവാഹിത്വത്തിൽ തുടരുന്നത് സംഘടനയുടെ രാഷ്ട്രീയപരമായുള്ള മുന്നോട്ട് പോക്കിന് ഗുണകരമാകില്ല. അതുകൊണ്ട് ജനപ്രതിനിധികളായ ഭാരവാഹികൾ സ്ഥാനം ഒഴിയണം എന്നുള്ളൊരു ആവശ്യം ചില പ്രതിനിധികൾ ഉന്നയിച്ചു എന്നും പറഞ്ഞിരുന്നു. അതും പൂർണ്ണമായും തള്ളുകയാണ് സംസ്ഥാന കമ്മിറ്റി. അത് രാഹുൽ മാങ്കൂട്ടത്തെ ഉന്നം വെച്ചുള്ള ഒരു രാഷ്ട്രീയ ആരോപണമായാണ് പറയുന്നത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എന്നുള്ള MLA-യും അത് കൂടാതെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും കൂടിയാണ്. അതിൽ അങ്ങനെ ഒരു ആരോപണമോ ഒരു നിർദ്ദേശമോ ഒരു പ്രതിനിധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ സംസ്ഥാന അധ്യക്ഷന്റെ കാലപരിധി തീരുന്നതുവരെ രാഹുൽ മാങ്കൂട്ടം തുടരുമെന്നും ഈ പ്രായപരിധിയുടെ മാനദണ്ഡം അടിസ്ഥാനമാക്കി രാജിവെക്കില്ല എന്നുകൂടി രാഹുൽ മാങ്കൂട്ടം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാനുള്ള പ്രായപരിധി 35 വയസ്സായി തുടരും എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കുന്നത്. അശ്വിൻ, എന്തൊക്കെ ചർച്ചകൾ ഇപ്പോൾ ക്യാമ്പിൽ നടക്കുന്നുണ്ട്? നേരത്തെ ഈ ക്യാപ്റ്റൻ മേജർ പരാമർശവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ പ്രകടനമുണ്ടല്ലോ, അതൊക്കെ തള്ളുന്ന സമീപനം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുവല്ലോ. എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ക്യാമ്പിൽ? രമേശ്, നിലവിൽ ഈ മേജർ ക്യാപ്റ്റൻ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പ്രതിനിധികൾ ഇന്നലെ ഉന്നയിച്ചിരുന്നു. അത് ഒരു തരത്തിലും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് തള്ളുന്നില്ല. അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഭൂരിഭാഗം പ്രതിനിധികളും ഉന്നയിച്ചിരുന്നു. അതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് 14 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ സംസാരിച്ചതും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നതാണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് ഒരു ഔദ്യോഗിക നിലപാടായി തന്നെ സംസ്ഥാന കമ്മിറ്റി അറിയിക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള പരാമർശങ്ങളും ഈ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒന്നും പാർട്ടിക്ക് ഗുണപരമാവില്ല എന്നുള്ള നിലപാടിൽ സംസ്ഥാന കമ്മിറ്റി ഉറച്ചു നിൽക്കുന്നു. അതൊക്കെ ഇന്നലെ നടത്തിയ സംഘടനാ പ്രമേയത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചയിലെ കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ അല്പസമയത്തിന് ശേഷം രാഷ്ട്രീയ പ്രമേയ ചർച്ച കൂടി നടക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രമേയം ഏകദേശം ഒരു 5 മണിയോടുകൂടി അവതരിപ്പിക്കും. അതിൽ വിശദമായ ചർച്ച നടക്കും. അതിൽ കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങളും പാർട്ടിയുടെ സംഘടനയുടെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം വിശദമായി തന്നെ ചർച്ച ചെയ്യും. അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. എന്തായാലും ഈ ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഈ പാർട്ടി ഒന്നടങ്കം പിറകോട്ട് പോകുന്ന തരത്തിലുള്ള നിലപാടുകളും അത്തരത്തിലുള്ള പ്രസ്താവനകളും ഉണ്ടാകുന്നതിനെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് വിശദമായി തന്നെ വിമർശിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇടപെടലുകളും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി ഉണ്ടാകരുത്, ഈ കോൺഗ്രസിന്റെ ഒരു നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഈ പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പ് നൽകുന്നത്. ദേശീയ നേതൃത്വം അടക്കമുള്ള ഉന്നത നേതൃത്വങ്ങളെ രേഖാമൂലം തന്നെ ഔദ്യോഗികമായി അറിയിക്കാനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം നടക്കുന്ന രാഷ്ട്രീയ പ്രമേയ ചർച്ചയ്ക്ക് ശേഷം സമാപന സമ്മേളനം ഉണ്ടാകും. അതോടുകൂടി 3 ദിവസം നീണ്ടുനിന്ന ക്രിയാത്മകവും രാഷ്ട്രീയവുമായ ചർച്ചകൾ അവസാനിപ്പിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പ് അവസാനിക്കുകയാണ്. എന്തായാലും ഉടൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി തുടരാനാണ് തീരുമാനം. അടുത്ത ഓഗസ്റ്റ് വരെ നിലവിലെ സംസ്ഥാന കമ്മിറ്റിക്ക് കാലാവധിയുമുണ്ട്. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.